Hello, today we will be seeing ellipses. What is an ellipse? An ellipse is a set of points whose distance from two fixed points, say f1 and f2, in the plane have a constant sum. The two fixed points are called the foci of the ellipse. ഇപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് പി എന്നുണ്ടെങ്കിൽ പി എഫ് വൺ എന്ന് പറയുന്ന ദൂരവും പി എഫ് ടു എന്ന് പറയുന്ന ദൂരത്തിൻ്റെയും കൂടെ സം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് പി എഫ് വൺ പ്ലസ് പി എഫ് ടു മസ്റ്റ് ബി ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെ വരുന്ന എല്ലാ പോയിന്റുകളുടെയും കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പറയുന്ന ഓവൽ ഷേപ്പ് ആയിരിക്കും. ആ ഓവൽ ഷേപ്പിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് വിളിക്കുന്നത്. ഈ ദൂരം, അതായത് ഇതാണ് അതിൻ്റെ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ വേർട്ടെക്സും തമ്മിലുള്ള ദൂരമാണ് അതിൻ്റെ 2a എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ടെർമിനോളജീസ് പിന്നീട് കാണാം. These are the members of an ellipse. An ellipse has vertices, two focuses or plural is foci. This is the center, and this line, that is which passes through the foci and the vertex, is called as the focal axis. This is the image for an ellipse which is of the standard form x square by a square plus y square by b square is equal to 1. Now let's see how we can derive the equation of an ellipse. We are going to derive this equation x square by a square plus y square by b square is equal to 1. As we told before, the definition of an ellipse says that the distance of a point P on the ellipse from the two fixed points f1 and f2 must be such that pf1 plus pf2 is a constant. നമ്മൾ നേരത്തെ എലിപ്സിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞായിരുന്നു, എലിപ്സിലെ ഏതൊരു പോയിന്റ് ഈ പി ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി മുതൽ എഫ് വൺ, അതായത് ആ ഫോക്കസ് ഫിക്സഡ് പോയിന്റുകളെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞു. പി എഫ് വൺ മുതൽ പി എഫ് വൺ എന്ന് പറയുന്ന ദൂരവും പി എഫ് ടു എന്ന് പറയുന്ന ദൂരവും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നത്. അപ്പോൾ പി എഫ് വൺ പ്ലസ് പി എഫ് ടു ഇസ് ഈക്വൽ ടു 2a എന്ന് എടുത്തു. അതായത് ഈ ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ആ കോൺസ്റ്റന്റ് ആക്കി എടുത്തിരിക്കുന്നത്. പി എഫ് വൺ, അതായത് രണ്ട് പോയിന്റുകൾ തന്നാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. പി എഫ് ടുവിൻ്റെ ഫോർമുല അറിയാം. അത് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ആസ് യൂഷ്വൽ നമ്മൾ പാരാബോളോട് ചെയ്ത പോലെ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഈ ഒരു ടേമിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് രണ്ട് സൈഡും സ്ക്വയർ ഒക്കെ ചെയ്ത്, അതായത് റാഡിക്കൽസിനെയൊക്കെ മാറ്റി നമ്മളത് അതിൻ്റെ കോൺസ്റ്റൻസിനെ എല്ലാം കൂടി കൊണ്ടുവന്ന് മിക്സപ്പ് ആക്കി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നായിരിക്കും. ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ, അതായത് ഈ ഡിനോമിനേറ്റർ വൈയുടെ താഴെ കിടക്കുന്ന റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ നമ്മൾ ബി എന്ന് വിളിക്കും. അങ്ങനെയാണ് ആ സ്റ്റാൻഡേർഡ് ഫോം വരുന്നത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഈ ബി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേരിയബിളാണ്. എയും സിയും നമുക്ക് ഓൾറെഡി എലിപ്സിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് വരുന്നതാണ്. സി എന്ന് പറയുന്നത് ഫോക്കസിൻ്റെ കോർഡിനേറ്റ് ആണ്. എ എന്ന് പറയുന്നത് ഈ വലിയ ആക്സിസിൻ്റെ നീളമാണെന്ന് നമ്മൾ പറഞ്ഞു. ബി ശരിക്കും നമ്മുടെ പിക്ചറിനകത്ത് ഇല്ലാത്ത ഒരാളാണ്, പുതിയൊരാളാണ്. ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് പോകുന്നതാണ്. What are the axes of an ellipse? As before we told that there are two axes, major and minor axis. രണ്ട് ആക്സസ് ഉണ്ട് ഒരു എലിപ്സിനെ സംബന്ധിച്ച്. മേജർ ആക്സസ് ഉണ്ടാവും, മൈനർ ആക്സസ് ഉണ്ടാവും. പാരാബോളയുടെ കേസിൽ there was only one axis, but here we have two axes, major and minor axis. How can we distinguish between major and minor axis? The major axis in this case, x square by a square plus y square by b square is equal to 1, is the x-axis. That is the length of the line segment joining the vertices a0 and minus a0, so that the length will be 2a. The minor axis, the line segment of the points joining 0, b and 0, minus b. That is this length. അതായത് ഒരു എലിപ്സിനകത്ത് രണ്ട് ആക്സസ് വരും. മേജർ ആക്സസും ഉണ്ടാവും, മൈനർ ആക്സസും ഉണ്ടാവും. മേജർ ആക്സസ് എന്ന് പറയുന്നത് ഫോസൈ കൂടെ പാസ് ചെയ്യുകയും വെർട്ടിസിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഫോക്കൽ ആക്സസ് എന്ന് നമ്മൾ വിളിക്കുന്നതിൻ്റെ നീളമാണ് നമ്മുടെ മേജർ ആക്സസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് ശരിക്കും 2a ആണ്. അപ്പം ഏതാണോ വലിയ വാല്യൂ, അതായത് ഈ എയ്ക്കും ബിയുടെയും വാല്യൂകൾ ഏതാണ് വലുതെന്ന് നമ്മൾ നോക്കുക. ഏതാണോ വലിയ വാല്യൂ അത് ഏത് വേരിയബിളിൻ്റെ ഡിനോമിനേറ്ററിലാണോ വരുന്നത് ആ വേരിയബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് എലിപ്സിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ്ലി ഏറ്റവും വലിയ ആക്സസ് ഏതാണോ, ഇപ്പം എക്സ് ആക്സസ് ആണ്, ഈ കേസിലാണെങ്കിൽ നമ്മുടെ എക്സ് ആക്സസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ മേജർ ആക്സസ് എന്ന് പറയുന്നത്. എക്സ് ആക്സിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂ എ ആണ്. വാല്യൂ എന്താണ്, എയോ ബിയോ, ഡോണ്ട് ബോദർ വാട്ട് എവർ വേരിയബിൾ ഇറ്റ് ഈസ്. എ ആണോ ബി ആണോ എന്നുള്ളത് നോക്കണ്ട. ഏറ്റവും വലിയ വാല്യൂ ഡിനോമിനേറ്ററിൽ ഏതാണെന്ന് നോക്കുക. അത് ഏതിൻ്റെ ഡിനോമിനേറ്ററിലാണ് വരുന്നതെന്ന് നോക്കുക. അതായത് എക്സിൻ്റെ ഡിനോമിനേറ്ററിലാണോ വൈയുടെ ഡിനോമിനേറ്ററിലാണോ നോക്കുക. എക്സിൻ്റെ കീഴെയാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സസ് എക്സ് ആക്സസ് ആയിരിക്കും. ഓക്കെ, and the line major axis in the length എന്ന് പറയുന്നത് 2 times that value ആയിരിക്കും.
ഈ റൂട്ടിൻ്റെ 2 ടൈംസ് ആയിരിക്കും വാല്യൂ. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്, ഏറ്റവും വലിയ ആക്സിസ് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആയിരിക്കും. സെമി മേജർ ആക്സിസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ a മാത്രമായിരിക്കും. അതുപോലെ സെമി മൈനർ ആക്സിസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b മാത്രമായിരിക്കും. ഇനി സി എന്ന് പറയുന്നത് ഫോക്കസിൻ്റെ കോർഡിനേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സിയുടെ വാല്യൂ നമ്മൾ ബിയുടെ വാല്യൂ ഇട്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. സി ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ദിസ് ഇസ് എ സെൻറ്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്. Let's see few examples. This is the given question. X square by 16 plus y square by 9 is equal to 1. Here it is clear that 16 is the greatest value. Now 16 comes under the denominator of x, so that the major axis is x-axis and the minor axis is y-axis. ഇവിടെ നമുക്ക് 16ഉം 9ഉം ആണ് കിടക്കുന്ന വാല്യൂസ് ഡിനോമിനേറ്ററിൽ. 16ആണ് വലിയ വാല്യൂ, 16 വരുന്നത് എക്സിൻ്റെ ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എക്സ് ആയിരിക്കും നമ്മുടെ മേജർ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 16 എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 4ആയി. ബിയുടെ വാല്യൂ എന്തായി? 9ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 3ആയി. അപ്പോൾ മേജർ ആക്സസ് എന്ന് പറയുന്നത് എക്സ് ആക്സസ് ആണ്, മൈനർ ആക്സസ് എന്ന് പറയുന്നത് വൈ ആക്സസ് ആണ്. ഇനി സെമി മേജർ ആക്സസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ആണെന്നും സെമി മൈനർ ആക്സസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ആണെന്നും കണ്ടു. അപ്പോൾ അതുകൊണ്ട് എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. മേജർ ആക്സസിൻ്റെ ലെങ്ത് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ടൈംസ് എ വരും, ദാറ്റ് ഇസ് 8 എന്ന് വരും. മൈനർ ആക്സസിൻ്റെ ലെങ്ത് ആണ് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2 ടൈംസ് ബി വിച്ച് ഇസ് 6. ഇനി ഫോസൈയുടെ വാല്യൂ കാണാം. സി കാണാനുള്ള ഫോമുല നമ്മൾ പറഞ്ഞു, റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന്. എയും ബിയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 7 കിട്ടും. ആൻഡ് നൗ ദ എലിപ്സിസ് ദിസ് വൺ. വെർട്ടിസസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫോസൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ സെൻറ്റർ. ദീസ് ആർ ദി സെമി മൈനർ ആക്സസിൻ്റെ വെർട്ടിസസ് വരുന്നത്. -0 3ഉം 0 -3ഉം. Now for this second one, this is the ellipse. X square by 9 plus y square by 16 is equal to 1. Here the biggest value is 16 and 16 lies under the denominator of y. നേരത്തെ തന്നിരുന്ന ക്വസ്റ്റിൻ്റെ ഒരു ജമ്പിൾ മാത്രമാണിത്. നേരത്തെ നമുക്ക് ഈ 9 ഇവിടെയും 16 ഇവിടെയായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്സസ് മാറി. നമ്മുടെ മേജർ ആക്സസ് എന്ന് പറയുന്നത് വൈ ആക്സസ് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാൻ പോകുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഫോസൈഡെയൊക്കെ കോർഡിനേറ്റ്സ് മാറും. ±c,0 നമ്മൾ എഴുതിയെടുത്ത് 0,c ആവും. വേർട്ടിസസിന് വ്യത്യാസം വരും, ±0,4 എന്നുള്ള ഫോമാറ്റിൽ വരും. അങ്ങനെ എല്ലാം കൂടെ ഒരു ചെറിയൊരു കോർഡിനേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ ആകെ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എ എന്താണ് 16 ആയെന്ന് തോന്നും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് എയും ബിയും ഒന്നും നിങ്ങൾ നോക്കണ്ട, ഏറ്റവും വലിയ ആക്സസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക, അതിനെ നമ്മൾ എ ആയിട്ട് അസൈൻ ചെയ്യുക. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ വാല്യൂ 16 ആണ്. നമ്മുടെ മേജർ ആക്സസിൻ്റെ ലെങ്ത് ആണ് എപ്പോഴും നമ്മുടെ എ, അല്ലാണ്ട് എക്സിൻ്റെ താഴെ വരുന്നത് എ എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യരുത് ഒരു കാരണവശാലും. ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക, അതാണ് നമ്മുടെ മേജർ ആക്സസ്. മേജർ ആക്സസിൻ്റെ പകുതിയുടെ വാല്യൂ ആണ് നമ്മൾ എ ആയിട്ട് എപ്പോഴും കൊടുക്കുന്നത്. ഇവിടെ 16 ആണ് ഏറ്റവും വലിയ വാല്യൂ. 16ൻ്റെ റൂട്ട് എന്താണെന്ന് നോക്കുക, 4 ആണ്. അതായിരിക്കും നമ്മുടെ എ ആയിട്ട് വരിക. ഇവിടെ മൈനർ ആക്സസിൻ്റെ ലെങ്ത് 3a വരുന്നുള്ളൂ. സെമി മൈനർ ആക്സസിൻ്റെ ലെങ്ത് ആണ് ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് √9 വിച്ച് ഇസ് ഈക്വൽ ടു 3 വരും. ഇനി എലിപ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എലിപ്സിൻ്റെ ഷേപ്പ് മാറി. നേരത്തെ ഇങ്ങനെ വന്നിരുന്നത്, അതായത് ഹൊറിസോണ്ടലി കിടന്നിരുന്നത് ഇപ്പം വെർട്ടിക്കലി എന്നുള്ള ലെവലിലേക്ക് മാറി. This is another example. X plus 3 the whole square by 9 plus y minus 5 the whole square by 4 is equal to 1. Now here you can see a change here. It's not just simple x square. There is a shift, x plus 3 the whole square, and here also you can see a shift, y minus 5 the whole square. So what we are going to do here is put x plus 3 is equal to capital X and y minus 5 is equal to capital Y. That is, we have transformed the basic xy plane to capital X capital Y plane. Now we are going to draw the graph first in the transformed xy plane, and later we'll shift into the ഒറിജിനൽ സ്മോൾ എക്സ് വൈ പ്ലെയിൻ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് x plus 3നെ ക്യാപിറ്റൽ എക്സ് എന്നും y minus 5നെ ക്യാപിറ്റൽ വൈ എന്നും വിളിച്ചു. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x square by 9 plus y square by 4 is equal to 1. ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും ഒക്കെ ആയി. അതായത് നമ്മുടെ പ്ലെയിൻ നമ്മൾ മാറ്റി, സ്മോൾ എക്സ് സ്മോൾ വൈ പ്ലെയിൻ അല്ല, ഇപ്പോൾ ട്രാൻസ്ഫോംഡ് പ്ലെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യണേ. ഇവിടെയും നേരത്തെ പോലെ തന്നെ ഏതാണ് വലിയ നമ്പർ നോക്കുക. ഇവിടെ വലിയ നമ്പർ 9 ആണ്. അപ്പോൾ നമ്മുടെ മേജർ ആക്സസ് എന്ന് പറയുന്നത് എക്സ് ആക്സസ് തന്നെയാണ്.
മേജർ ആക്സിസ് എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 വരും, സെമി മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 വരും. ഫോസൈ 0, +or-c അല്ല, പകരം +or-c, 0. അതായത് ആദ്യത്തെ എക്സാമ്പിളിൽ വന്നിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾ c കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും. അപ്പോൾ +or-1, c. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ഫോസൈ എന്ന് പറയുന്നത് സ്മോൾ എക്സ് ഒറിജിനൽ അല്ല, ഇത് നമ്മുടെ ട്രാൻസ്ഫോംഡ് പ്ലെയിനിലുള്ള ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈയിലുള്ള ഫോസൈ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ സ്മോൾ എയും സ്മോൾ ബിക്കൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല, ആകെ ഈ കോർഡിനേറ്റ്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫോസൈ നമുക്ക് കിട്ടി. ഫോസൈ കിട്ടിയപ്പോൾ ഈ ഒറിജിനൽ ഫോസൈ നമുക്ക് കാണണം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എക്സ് = x+3 ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി എക്സ്? സ്മോൾ എക്സ് വിൽ ബി x-3 ആൻഡ് സ്മോൾ വൈ വിൽ ബി ഗിവൺ ബൈ ദ ഫോർമുല Y + 5. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ക്യാപിറ്റൽ എക്സ്, ഇവിടെ ക്യാപിറ്റൽ എക്സ് ടേക്സ് 2 വാല്യൂസ്, +1 ഉണ്ട് -1 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് -1 ഇട്ട് നോക്കുന്നു. അപ്പോൾ -1 - 3 is -4. ഓൾസോ +1 ഇടുമ്പോൾ സ്മോൾ എക്സിൻ്റെ വാല്യൂ -2 കിട്ടും. ഒരു വൈക്ക് ആകെപ്പാടെ ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്മോൾ y is equal to Y + 5 will give us 0 + 5, which is 5. So the original foci will be -4, 5 and -2, 5. Vertices also should be found out. ഇവിടെ ട്രാൻസ്ഫോംഡ് പ്ലെയിനിൽ വെർട്ടിസസ് എന്ന് പറയുന്നത് +or-a, 0 ആണ്, which is +or-3, 0. ഇവിടെ വീണ്ടും സ്മോൾ എക്സും സ്മോൾ വൈയും എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെർട്ടിസസ് 0, 5 എന്നും -6, 5 എന്നും കിട്ടും. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈയിലാണ് +or-3, 0 നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ എക്സിന് 3 എന്നുള്ള വാല്യൂ ഉണ്ട്, ക്യാപിറ്റൽ -3 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ 3 - 3 = 0 എന്ന് കിട്ടും. സ്മോൾ എക്സിന് വേറൊരു വാല്യൂ കൂടി ഉണ്ടെന്ന് പറഞ്ഞു, കാരണം ഇവിടെ ക്യാപിറ്റൽ എക്സിന് ഒരു വാല്യൂ കൂടി ഉണ്ട്. അപ്പോൾ -3 - 3 = -6 എന്ന് കിട്ടും. വൈക്ക് ആകെ 0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്മോൾ വൈ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 0 + 5, 5 എന്നും കിട്ടും. അപ്പോൾ എൻ്റെ വേർട്ടിസസ് ഏതൊക്കെയാണ്? ഒന്ന് ഈ 0യും 5ഉം, പിന്നെ ഒന്ന് ഏതാണ്? -6ഉം 5ഉം. അപ്പോൾ വേർട്ടിസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. XY പ്ലെയിനിൽ സെൻറ്റർ 0, 0 ആണ്. അവിടെയും ചേഞ്ച് വരുന്നുണ്ട്. ഒറിജിനൽ പ്ലെയിനിൽ നമ്മുടെ സെൻറ്ററും വ്യത്യാസമാണ്. അതായത് ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്, ക്യാപിറ്റൽ വൈയുടെ വാല്യൂ 0 ആണ്. നമ്മൾ സ്മോൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0 - 3 = -3 എന്ന് കിട്ടുന്നു. സ്മോൾ വൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് 0 + 5 = 5 എന്നും കിട്ടുന്നു. അപ്പോൾ നമ്മുടെ സെൻറ്റർ എന്തായി? -3ഉം 5ഉം ആയി. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എലിപ്സ് വരയ്ക്കുന്നു. ഇതായിരിക്കും നമ്മുടെ എലിപ്സ്. സെൻറ്റർ റെഡ് കളറിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഫോക്കസ് ആണ്. ഇതാണ് നമ്മുടെ ഒരു വെർട്ടിക്സ്. മറ്റേ വെർട്ടിക്സ് മാർക്ക് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വെർട്ടിക്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. These are a few problems that you can try it for yourselves. Thank you.